ഇറാനിലെ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ അവിടെ കഴിയുന്ന കുവൈത്തി പൗരന്മാർ പരമാവധി ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഒത്തുചേരലുകൾക്കും പ്രകടനങ്ങൾക്കും സാധ്യതയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശം. തദ്ദേശ ഭരണകൂടങ്ങളുടെ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അടിയന്തര സാഹചര്യമുണ്ടായാൽ തെഹ്റാനിലെ കുവൈത്ത് എംബസിയുമായോ വിദേശകാര്യ മന്ത്രാലയത്തിലെ ബന്ധപ്പെട്ട വിഭാഗങ്ങളുമായോ ഉടൻ ബന്ധപ്പെടണമെന്നും അറിയിച്ചു. സുരക്ഷാ ആശങ്കകൾ കണക്കിലെടുത്ത് ഒമാന്റെ ലോ കോസ്റ്റ് കാരിയറായ സലാം എയർ ഇറാനിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ജനുവരി 10, 11 തീയതികളിലുള്ള സർവീസുകളാണ് നിർത്തിയത്. രാജ്യത്തെ നിലവിലെ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെന്ന് സലാം എയർ അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനമെന്നും സംഭവവികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും എയർലൈൻ പ്രസ്താവനയിൽ പറഞ്ഞു. യാത്രക്കാരെ വലച്ച ഇൻഡിഗോ വിമാനങ്ങൾ വീണ്ടും വൈകി പറക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് അബുദാബിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകേണ്ട വിമാനം വൈകിയത് 4 മണിക്കൂറിലേറെയാണ്. കണ്ണൂരിൽ നിന്ന് വരേണ്ട വിമാനം വൈകിയതാണ് കാരണമായി പറഞ്ഞത്. എന്നാൽ അബുദാബി വിമാനത്താവളത്തിലെത്തിയ ശേഷം എയർപോർട്ടിലെ ഫ്ലൈറ്റ് സ്റ്റാറ്റസിൽ നിന്നാണ് യാത്രക്കാർ ഇക്കാര്യം അറിയുന്നത്. വിമാന കമ്പനി വിവരം മുൻകൂട്ടി അറിയിക്കാത്തത് പ്രതിഷേധത്തിന് കാരണമായി. ഉച്ചയ്ക്ക് 1:20 പുറപ്പെടേണ്ട വിമാനം വൈകുന്നേരം 5:15 കണ്ണൂരിലേക്ക് പുറപ്പെട്ടത്. സൗദിയിലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയം അവസാനിക്കാനിരിക്കെ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. 5 വർഷത്തിനകം വരാവുന്ന ഏത് ചോദ്യങ്ങൾക്കും മറുപടി നൽകാനാകും വിധമുള്ള രേഖകളെല്ലാം സ്ഥാപനങ്ങൾ സൂക്ഷിക്കണം. താൽക്കാലിക കണക്കുകൾ വെച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ച പലർക്കും നേരത്തെ പിഴ ലഭിച്ചതായും ഈ രംഗത്തുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നു. 2025 സാമ്പത്തിക വർഷത്തിലെ ഇൻകം ടാക്സ് റിട്ടേൺ അല്ലെങ്കിൽ സക്കാത്ത് റിട്ടേൺ സമർപ്പിക്കാനുള്ള സമയമാവുകയാണ്. റിട്ടേൺ ഫയൽ ചെയ്യേണ്ട അവസാന ദിവസം 2026 ഏപ്രിൽ 30 അവസാനിക്കും. അക്കൗണ്ട് രേഖകൾ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും രേഖപ്പെടുത്തി വേണം സമർപ്പിക്കാൻ. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വൈകുന്നവർക്ക് വലിയ പിഴയാണ് ചുമത്തുന്നത്. കഴിഞ്ഞ വർഷം വൈകി ഫയൽ ചെയ്തവർക്കുള്ള പെനാൽറ്റി പലർക്കും വന്നിരുന്നെങ്കിലും ഇളവ് നൽകിയിരുന്നു. 5 വർഷത്തിനകം ഫയൽ ചെയ്ത അക്കൗണ്ട്സിനെ കുറിച്ചുള്ള ഏത് വിശദീകരണവും അതോറിറ്റി ചോദിച്ചേക്കും. അത് കണക്കിലെടുത്ത് ബുക്സ് ഓഫ് അക്കൗണ്ട്സും അനുബന്ധ രേഖകളും സ്ഥാപനങ്ങൾ കൃത്യമായി സൂക്ഷിക്കണമെന്ന് ആക്യുറേറ്റ് ഗ്ലോബൽ സിഇഒ നൌഷാദ് മുഹമ്മദ് പറഞ്ഞു. ഫിനാൻഷ്യൽ ഇയർ 2025 ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട അവസാന ദിവസം 30 ഏപ്രിൽ 2026 ആണല്ലോ. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ അക്കൗണ്ട്സ് പ്രോപ്പർ ആൻഡ് അക്യുറേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. 5 വർഷത്തിനിടെ എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഇൻകം ടാക്സ് നോട്ടീസുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ പാകത്തിൽ നമ്മുടെ അക്കൗണ്ട്സിൻ്റെ ബാക്കപ്പ് അല്ലെങ്കിൽ മിനിമം 1000കണക്കിന് പേജുകൾ വരുന്ന നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പിയെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓഡിറ്റ് പൂർത്തിയായ ശേഷം റിപ്പോർട്ടിൽ ഓഡിറ്ററുടെ റിമാർക്സ് പരിശോധിക്കണം. മതിയായ രേഖകളില്ലാതെയാണ് കണക്കുകൾ സമർപ്പിച്ചതെങ്കിൽ അതിൽ അക്കാര്യം രേഖപ്പെടുത്തും. ഇത് പിഴയ്ക്ക് കാരണമാകാറുണ്ട്. വാണിജ്യ മന്ത്രാലയത്തിന്റെ ഖവായിം പോർട്ടലിലാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത്. വീഴ്ചകൾക്കുള്ള പിഴ കമ്പനികളുടെ മൂലധനത്തിനും മാനേജർമാരുടെ എണ്ണത്തിനുമനുസരിച്ച് വർദ്ധിക്കും. നമുക്ക് കിട്ടുന്നത് ഡിസ്ക്ലൈമർ ഓഡിറ്റ് റിപ്പോർട്ട് ആണെങ്കിൽ അതിൻ്റെ ആദ്യ പാരഗ്രാഫുകളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നമ്മളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട രേഖകളോ ഡോക്യുമെൻറ്റുകളോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഓഡിറ്റർ പ്രത്യേകം എഴുതുന്നുണ്ട്. ഇത് ഈയിടെയായി ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസുകൾ ലഭിച്ച പല ആളുകൾക്കും ഡിസ്ക്ലൈമർ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി ഫയൽ ചെയ്തവരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓഡിറ്റിലെ വിശദാംശങ്ങൾ ശ്രദ്ധിക്കുന്നത് ഭാവിയിൽ ഗുരുതരമായ ടാക്സ് ഇഷ്യൂസുകൾ ഒഴിവാക്കാൻ നമ്മെ സഹായിക്കും. രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ഇൻകം ടാക്സ് അതോറിറ്റി നോട്ടീസ് ലഭിക്കുന്നവരിൽ അധികവും സമാന രീതിയിൽ സമർപ്പിച്ചവരാണ്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിൽ സൂക്ഷ്മത വേണമെന്നും ആക്യുറേറ്റ് ഗ്ലോബൽ ഓർമ്മിപ്പിച്ചു. മീഡിയ 1 റിയാദ്. എണ്ണ ഇതര ബിസിനസ് കോൺഫിഡൻസിൽ വളർച്ച രേഖപ്പെടുത്തി സൗദി അറേബ്യ. 2.2% വർധന. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കണക്കുകൾ പുറത്തിറക്കിയത്. എണ്ണ ഇതര ബിസിനസ് കോൺഫിഡൻസ് ഇൻഡെക്സിലാണ് വളർച്ച. ബിസിനസ്സുകാർക്കും വ്യവസായികൾക്കും സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ആത്മവിശ്വാസം അളക്കുന്ന സൂചികയാണ് ബിസിനസ് കോൺഫിഡൻസ് ഇൻഡെക്സ്. ഭാവിയിലെ ബിസിനസ് അവസ്ഥ, വിൽപ്പന, ലാഭം, നിക്ഷേപം, തൊഴിലവസരം തുടങ്ങിയവയുടെ വളർച്ച ഇതിലൂടെ കണക്കാക്കാം. 2.2% ഇൻഡെക്സിലെ വളർച്ച. കഴിഞ്ഞ വർഷം നവംബറിൽ 60.7 പോയിന്റുകളായിരുന്നെങ്കിൽ ഡിസംബറിൽ സൂചിക 62 പോയിന്റുകളായി ഉയർന്നു. വ്യാവസായിക മേഖല, സേവന മേഖല, നിർമ്മാണ മേഖല എന്നിവയിലാണ് കൂടുതൽ മുന്നേറ്റം. എണ്ണവില സ്ഥിരതയില്ലാത്ത സാഹചര്യത്തിൽ രാജ്യത്തെ സാമ്പത്തികമായി ബാധിക്കാതിരിക്കാനായി എണ്ണ ഇതര മേഖലയിൽ വിവിധ പദ്ധതികളാണ് നിലവിൽ നടപ്പിലാക്കുന്നത്. ഇതിന്റെ കൂടി പ്രതിഫലനമാണ് നിലവിലെ രാജ്യത്തെ നേട്ടം. ഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1 റിയാദ്. സൗദിയിൽ നാളെ മുതൽ അതിശൈത്യത്തിന് തുടക്കമാകും. ശൈത്യകാലത്തിന്റെ 2ാം ഘട്ടമായ അൽ ഷബന്
തുടക്കമാകുന്നതോടെ തണുപ്പിന് കടുപ്പമേറും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊടിക്കാറ്റിന് സാധ്യതയുള്ളതായും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. സൗദിയിൽ നാളെ മുതൽ തണുപ്പിന് കാഠിന്യമേറും. ശൈത്യകാലത്തിന്റെ രണ്ടാം ഘട്ടമായ അൽഷബത്തിന് നാളെ മുതൽ തുടക്കമാകുമെന്ന് കാലാവസ്ഥാ വിദഗ്ധൻ ഖാലിദ് അൽ സഹക്ക് പറഞ്ഞു. ഒന്നാം ഘട്ടമായ മുറബാനിയ സീസണ് ഇന്നത്തോടെ സമാപനമായി. രണ്ടാം ഘട്ടത്തിൽ ശീതക്കാറ്റ് ശക്തമാകുന്നതോടെ തണുപ്പിന് കാഠിന്യമേറും. 26 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ സീസൺ. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ പൊടിക്കാറ്റിന് സാധ്യതയുള്ളതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മദീന, തബൂക്ക്, അൽജൗഫ്, വടക്കൻ പ്രവിശ്യ, ഹായിൽ, അൽ കസീം, റിയാദ് എന്നിവിടങ്ങളിലാണ് സാധ്യത. വടക്കൻ അതിർത്തി പ്രദേശങ്ങളിലും കിഴക്കൻ പ്രവിശ്യയുടെ ഭാഗങ്ങളിലും മഴക്കും സാധ്യതയുണ്ട്. മദീന, മക്ക, അൽബഹ, അസീർ പ്രവിശ്യകളിൽ നേരിയ മഴക്കും മൂടൽമഞ്ഞിനും സാധ്യതയുള്ളതായും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. നൌഷാദ്, മീഡിയ 1, ദമ്മാം. ഒമാനിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അധികാരമേറ്റത്തിന്റെ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം. മസ്കത്തിലെ 2 ഇടങ്ങളിൽ നാളെ വെടിക്കെട്ട് നടക്കും. വിവിധ രാഷ്ട്രത്തലവന്മാർ സുൽത്താൻ ആശംസകൾ നേർന്നു. സ്ഥാനാരോഹണ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്ത് വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട 334 തടവുകാർക്ക് സുൽത്താൻ മാപ്പ് നൽകി. 2020 ജനുവരി 11 സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഒമാന്റെ ഭരണാധികാരിയായി അധികാരത്തിലേറുന്നത്. സുൽത്താൻ അധികാരമേറ്റത്തിന്റെ വാർഷിക ആഘോഷങ്ങൾക്ക് ഒമാനിൽ തുടക്കമായിട്ടുണ്ട്. ആഘോഷത്തിന്റെ ഭാഗമായി നാളെ മസ്കത്തിലെ 2 ഇടങ്ങളിൽ വെടിക്കെട്ട് നടക്കും. രാത്രി 8 മണിക്ക് അൽഖദ് അണക്കെട്ട് പരിസരത്താണ് ആദ്യ വെടിക്കെട്ട്. തുടർന്ന് നഗരത്തിലെ മസ്കറ്റ് നൈറ്റ്സ് ആഘോഷങ്ങളുടെ ഭാഗമായി രാത്രി 8:30 ബൗഷർ വിലായത്തിൽ 2ാമത്തെ വെടിക്കെട്ട് നടക്കും. സ്ഥാനാരോഹണ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട 334 തടവുകാർക്ക് സുൽത്താൻ മാപ്പ് നൽകിയിട്ടുണ്ട്. മാപ്പ് നൽകി വിട്ടയക്കുന്നവരുടെ കൂട്ടത്തിൽ ഒമാനി പൗരന്മാരും വിദേശ പൗരന്മാരും ഉൾപ്പെടുന്നുണ്ടെന്ന് ആർഒപി പറഞ്ഞു. വിവിധ രാഷ്ട്രത്തലവന്മാർ, കിരീടാവകാശികൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ സുൽത്താന് ആശംസകൾ നേർന്നു. സ്ഥാനാരോഹണ ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്ത് ജനുവരി 15 പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആകാശാരോഹണ സ്മരണ പുതുക്കുന്ന ഇസ്രാ മിറാജിന്റെ ദിവസമായ ജനുവരി 18 രാജ്യത്ത് പൊതു അവധിയാണ്. വാരാന്ത്യ അവധികൾ കൂടി ചേർത്ത് തുടർച്ചയായി 4 ദിവസങ്ങളിൽ അവധി ലഭിക്കും. മീഡിയ 1, മസ്കത്ത്. ഖത്തറിലെ UDF പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സന്ദർശനം. 1.5 ദിവസമാണ് സതീശൻ ഖത്തറിലുണ്ടായിരുന്നത്. പ്രവർത്തകരുമായും സാമൂഹ്യ പ്രമുഖരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഖത്തറിൽ വന്നിറങ്ങിയ VD സതീശനല്ല ഇന്ന് രാത്രി മടങ്ങിപ്പോകുന്ന ഒരാൾ. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ആവേശം കണ്ട് എന്റെ ഊർജം ഇരട്ടിയാക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത്. ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്റെയും എന്റെ സഹപ്രവർത്തകരുടെയും ചുമലുകളിലെ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് നിങ്ങൾ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഖത്തറിൽ ഏറെക്കാലം ചേരി തിരിഞ്ഞു പ്രവർത്തിച്ച ഇൻകാസിന്റെ ഐക്യ കാഹളം കൂടിയായി VD സതീശൻ പങ്കെടുത്ത കുടുംബ സംഗമം. പ്രതിപക്ഷ നേതാവ് പ്രസംഗത്തിൽ അതെടുത്തു പറയുകയും ചെയ്തു. ഇവരെല്ലാം വിളിക്കാറുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞു എവിടെയായാലും ഞാൻ അങ്ങനെ പറയുള്ളൂ. എല്ലാവരും കൂടി കൂടുമ്പോഴേ ഞാൻ വരുള്ളൂ. ഇന്ന് ഈ മനോഹരമായ സായാഹ്നം ഇൻകാസിന്റെ ഉജ്ജ്വലമായ ഖത്തറിലെ തിരിച്ചുവരവിന്റെ സായാഹ്നം ഒരുമിച്ചാണ്. കീമാണ്. നിങ്ങൾ ഞങ്ങൾ കൂടി മാതൃകയായി മാറുകയാണ്. ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഇതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDFും ഈ തെരഞ്ഞെടുപ്പിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 100ലേറെ സീറ്റു നേടി അധികാരത്തിലെത്തുമെന്ന് സതീശൻ ആവർത്തിച്ചു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇത്തവണ UDFന് വോട്ട് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ നാട്ടിലെ UDFുകാരോടൊക്കെ പറയുന്നത് നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട ചിരിച്ചേക്കാനാണ്. എന്താ കാര്യം? അവരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇലക്ഷൻ മുമ്പ് പറഞ്ഞ പല സ്ഥലത്തും നിങ്ങൾ തെരഞ്ഞെടുപ്പ് അസസ് ചെയ്താൽ, അനലൈസ് ചെയ്താൽ നമുക്കറിയാം നല്ല കമ്മ്യൂണിസ്റ്റുകാർ UDFനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് രാഷ്ട്രീയ മാറ്റം. പ്രവാസികൾക്ക് പങ്കാളിത്തമുള്ള വികസന പദ്ധതികളുടെ രൂപരേഖയും സതീശൻ വിശദീകരിച്ചു. വലിയ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് വരുന്നവർ അവരെ എയർപോർട്ടിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രതിനിധി കാത്തു നിൽക്കും. അവരെ സ്റ്റേറ്റ് കാറിൽ കൊണ്ടുപോകും. സ്റ്റേറ്റിന്റെ അതിഥിയായിരിക്കും. 200 പ്രോജക്റ്റാണ് NRIക്കാർക്ക് വേണ്ടി. 200 പ്രോജക്റ്റ്. നമ്മളിത് ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നത് ആദ്യമായിട്ട് പറയാ, ഇത് പ്രിപ്പയർഡാണ്. ഇപ്പോൾ ഉണ്ട് കൈ. അടുത്ത തവണ എന്തായാലും UDF അധികാരത്തിൽ വരുമെന്നായിരുന്നു പരിപാടിക്കെത്തിയവരുടെ പ്രതികരണം.
തീർച്ചയായും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF തൂക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDF നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ കേരളത്തിലെ അധികാരത്തിൽ വരുമെന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അബു അമൂറിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദീഖ് പുറയിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KV ബോബൻ, നോർക്ക ഡയറക്ടർ JK മേനോൻ, ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, മറ്റു കമ്മ്യൂണിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1 ദോഹ. കേരള ബിസിനസ് ഫോറം ഖത്തറിൽ സംഘടിപ്പിച്ച മീറ്റ് ദ ലീഡർ പരിപാടിയിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് സതീശൻ അംഗങ്ങളോട് സംവദിച്ചു. KBF പ്രസിഡന്റ് ഷഹീൻ ഷഫി അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി ഷിഹാബ് ഷെരീഫ്, വൈസ് പ്രസിഡന്റ് ഷെജി വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിപക്ഷ നേതാവിന് സ്നേഹോപഹാരം കൈമാറി. കുവൈത്തിലെ അബൂ ഖലീഫയിൽ നിന്ന് ഫഹദ് അൽ അഹമ്മദ് ഭാഗത്തേക്ക് പോകുന്ന പാതയിൽ ഗതാഗത നിയന്ത്രണം. ഇന്റർസെക്ഷന് കീഴിലുള്ള 2 ലൈനുകൾ താൽക്കാലികമായി അടച്ചിടുമെന്ന് ജനറൽ ട്രാഫിക് വകുപ്പ് അറിയിച്ചു. ഒരു ലൈൻ മാത്രം ഗതാഗതത്തിനായി തുറന്നിടും. റോഡ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി നിയന്ത്രണം ഒരാഴ്ച നീളുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സൗദി അറേബ്യയിൽ നടന്ന GCC രാജ്യങ്ങളുടെ ഗൾഫ് ഷീൽഡ് 2026 സൈനിക അഭ്യാസത്തിൽ കുവൈത്ത് സൈന്യം പങ്കെടുത്തതായി ആർമി ജനറൽ സ്റ്റാഫ് അറിയിച്ചു. പ്രാദേശിക പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്താനും GCC സേനകളുടെ യുദ്ധസന്നദ്ധത ഉയർത്താനും ലക്ഷ്യമിട്ടാണ് അഭ്യാസം സംഘടിപ്പിച്ചത്. സംയുക്ത വ്യോമതന്ത്രങ്ങളും ഫീൽഡ് പരിശീലനങ്ങളും ഉൾപ്പെടുത്തി വിവിധ ഘട്ടങ്ങളിലായാണ് പരിശീലനം നടന്നത്. കുവൈത്തിലെ ഇന്ത്യൻ എംബസി ലോക ഹിന്ദി ദിനം ആഘോഷിച്ചു. എംബസി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ രാജ്യത്തെ 25 ഇന്ത്യൻ CBSE സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 300-ലധികം പേർ പങ്കെടുത്തു. പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഇന്ത്യൻ അംബാസിഡർ പരമിത ത്രിപാഠി അഭിനന്ദിച്ചു. ഹിന്ദി ഭാഷയോട് പ്രത്യേക താൽപര്യം കാണിച്ച 4 കുവൈത്തികളെയും ചടങ്ങിൽ എംബസി ആദരിച്ചു. ജിദ്ദയിൽ KMCC സെൻട്രൽ കമ്മിറ്റി മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് അനുസ്മരണ സംഗമം സംഘടിപ്പിച്ചു. ദീർഘവീക്ഷണത്തോടെയുള്ള അദ്ദേഹത്തിന്റെ പദ്ധതികൾക്ക് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചതായി സംഗമം അഭിപ്രായപ്പെട്ടു. സൗദി നാഷണൽ ട്രഷറർ അഹമ്മദ് പാളയാട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. CK റസാഖ് മാസ്റ്റർ, VP മുസ്തഫ, നാസർ എടവനക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. സൗദിയിലെ മദീനയിലെ പ്രവാചക പള്ളിയിലെ വിദൂര പഠന സംവിധാനം ഉപയോഗപ്പെടുത്തിയത് 10 ലക്ഷത്തിനടുത്ത് വിദ്യാർത്ഥികളെന്ന് കണക്ക്. ഖുർആൻ, വിവിധ ഗ്രന്ഥങ്ങൾ, പ്രവാചക സുന്നത്തുകൾ എന്നിവയാണ് പഠന വിഷയങ്ങൾ. ഏഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തത്. മദീനയിലെ പ്രവാചക പള്ളിയിലെ വിദൂര പഠന സംവിധാനം ഉപയോഗപ്പെടുത്തിയവരുടെ കണക്കുകളാണ് പുറത്തുവന്നത്. സൗകര്യം ഉപയോഗപ്പെടുത്തിയത് 9.4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ്. കഴിഞ്ഞ വർഷത്തേതാണ് കണക്ക്. ഏഷ്യയിൽ നിന്ന് മാത്രം 5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ വിദൂര പഠനത്തിന്റെ ഭാഗമായി. ആഫ്രിക്കയിൽ നിന്നുള്ള 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളും പങ്കെടുത്തു. യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളുണ്ട്. വിശുദ്ധ ഖുർആൻ, വിവിധ ഗ്രന്ഥങ്ങൾ, പ്രവാചക സുന്നത്ത് തുടങ്ങിയവയാണ് പഠന വിഷയങ്ങൾ. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചായിരുന്നു ക്ലാസുകൾ. നിലവിൽ 170-ലധികം രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ പഠനത്തിന്റെ ഭാഗമാണ്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി പുരോഗമിക്കുന്നത്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ജിദ്ദയിൽ 2 മലയാളികൾ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. താമരശ്ശേരി പുതുപ്പാടി സ്വദേശി വട്ടിമേൽ അബ്ദു നാസറാണ് മരിച്ചവരിൽ ഒരാൾ. 51 വയസ്സായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. മങ്കട രാമപുരം തെക്കേപ്പുറം സ്വദേശി നരിക്കുന്നൻ മുഹമ്മദ് ഷരീഫും ഇന്ന് മരിച്ചു. 53 വയസ്സായിരുന്നു. 20 വർഷത്തോളം പ്രവാസിയായിരുന്ന ഇദ്ദേഹം താമസ സ്ഥലത്ത് വെച്ചായിരുന്നു മരിച്ചത്. ഒമാനിൽ മലയാളി യുവാവ് ഷോക്കേറ്റ് മരിച്ചു. തിരുവനന്തപുരം സ്വദേശി ഷിജു ആണ് മസ്കത്തിനടുത്തുള്ള അൽ ഖൂദിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ചത്. ലിഫ്റ്റ് ടെക്നീഷ്യനായി ജോലി ചെയ്ത് വരികയായിരുന്ന ഷിജോയ്ക്ക് ജോലിക്കിടെയാണ് അപകടമുണ്ടായത്. ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹത്തിന്റെ തുടർ നടപടികൾ നടന്നു വരുന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. സമസ്ത 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഖത്തറിൽ പ്രചാരണ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. വുഖൈറിലെ നോബിൾ ഇന്റർനാഷണൽ സ്കൂളിലായിരുന്നു പരിപാടി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുത്തു. ഖത്തർ കേരള ഇസ്ലാമിക് സെന്ററിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രചാരണ സമ്മേളനം. സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തക്കോയ തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സമസ്തയുടെ സാന്നിധ്യം കരുത്തും ആത്മവിശ്വാസവുമാണെന്ന് VD സതീശൻ പറഞ്ഞു. സമസ്തയുടെ ആ സാന്നിധ്യം ഞങ്ങൾക്കെല്ലാം ആശ്വാസമാണ്, ഞങ്ങൾക്കെല്ലാം കരുത്താണ്, ഞങ്ങൾക്കെല്ലാം വലിയ ആത്മവിശ്വാസമാണ് എന്ന് പ്രത്യേകം ഞാൻ പരാമർശിച്ചുകൊണ്ട് ആ മതേതര മൂല്യങ്ങളെ സംരക്ഷിക്കാൻ,
ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന വാക്ക് മാത്രം. മുസ്തഫ ഹുദവി ആക്കോട്, ഷുഹൈബുൽ ഹൈതമി വാരാമ്പറ്റ, സക്കരിയ മാണിയൂർ, AV അബൂബക്കർ കാസിമി തുടങ്ങിയവർ സംസാരിച്ചു. നോർക്ക ഡയറക്ടർ JK മേനോൻ, ICC ഉപദേശക സമിതി ചെയർമാൻ PN ബാബുരാജൻ, സഫാരി ഗ്രൂപ്പ് MD സൈനുൽ ആബിദ്ദീൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കേരള ഇസ്ലാമിക് സെന്റർ മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. മീഡിയ 1 ദോഹ. കുവൈത്തിൽ പുരോഗമിക്കുന്ന റെയിൽവേ പദ്ധതികളുടെ ഭാഗമായി പൊതുമരാമത്ത് മന്ത്രി ഡോക്ടർ നൂറ അൽ മഷാൻ സൗദി ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രി സാലിഹ് അൽ ജാസറുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള റെയിൽവേ ലിങ്കേജ് പദ്ധതിയുടെ പുരോഗതിയും ഗതാഗത ലോജിസ്റ്റിക്സ് രംഗത്തെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും ചർച്ച ചെയ്തു. ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ കൾച്ചറൽ സെന്ററിൽ പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷിച്ചു. അംബാസിഡർ വിപുൽ പ്രവാസി സമൂഹത്തിന് ആശംസകൾ നേർന്നു. വിവിധ രാഷ്ട്രങ്ങളുമായി ഇന്ത്യയുടെ സൗഹൃദ ബന്ധം നിലനിർത്തുന്നതിനുള്ള പാലമാണ് പ്രവാസി സമൂഹമെന്ന് അംബാസിഡർ പറഞ്ഞു. നാരീശക്തി എന്ന പ്രമേയത്തിലൂന്നിയായിരുന്നു ആഘോഷം. MES ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഹമീദ ഖാദർ, DPS മോഡേൺ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ അസ്ന നഫീസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കറൻസി കൈകാര്യം ചെയ്യുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി UAE സെൻട്രൽ ബാങ്ക്. ദിർഹത്തിന്റെ നോട്ടുകൾ രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ ചിഹ്നമാണെന്ന് ഓർമ്മിപ്പിച്ചാണ് സെൻട്രൽ ബാങ്ക് നിർദ്ദേശങ്ങൾ പങ്കുവച്ചത്. നോട്ടിന്റെ 1/3 കൂടുതൽ ഭാഗത്ത് നാശം നേരിട്ടാൽ കറൻസി മാറ്റി നൽകില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. ശ്രദ്ധയില്ലാതെ കൈകാര്യം ചെയ്യേണ്ടവയല്ല ദിർഹത്തിന്റെ നോട്ടുകൾ. കറൻസി വികൃതമാക്കാനോ വെട്ടിയോ കീറിയോ രൂപമാറ്റം വരുത്താനോ പാടില്ല. മടക്കാനോ ചുരുട്ടാനോ സ്റ്റാപ്പിൾ ചെയ്യാനോ പാടില്ല. ദ്രാവകങ്ങൾ, ഉയർന്ന ചൂടുള്ള വസ്തുക്കൾ, പശ എന്നിവ നോട്ടിൽ ഉപയോഗിക്കരുത്. കറൻസികളിൽ എഴുതുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. കീറിയ നോട്ടുകൾ മാറ്റിക്കിട്ടുന്നതിനും മാനദണ്ഡങ്ങളുണ്ട്. നോട്ടിൻ്റെ 2/3 ഭാഗമെങ്കിലും കേടുകൂടാതെയുണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായ തുക മാറ്റിക്കിട്ടൂ. 1/3 കൂടുതൽ ഭാഗം നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് മാറ്റി നൽകില്ലെന്നും സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കി. മീഡിയ 1 ദുബായ്. 2026 ഫിഫ ലോകകപ്പ് കാണാൻ യാത്രാ പാക്കേജുകൾ പ്രഖ്യാപിച്ച് ഖത്തർ എയർവേസ്. ടിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള പാക്കേജുകളാണ് പ്രഖ്യാപിച്ചത്. ഒരു മത്സരം മാത്രം കാണാനുള്ള സിൽവർ പാക്കേജിന് $3700 നിരക്ക്. ഗോൾഡ് പാക്കേജിന് $4500. ഫോളോ മൈ ടീം, നോക്കൌട്ട് സീരീസ്, ഫൈനൽ റൗണ്ട് സീരീസ് പാക്കേജുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഹ്റൈനിൽ പോലീസ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേന ഒരാളെ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും പണം തട്ടുകയും ചെയ്ത 2 പ്രതികൾക്ക് 3 വർഷത്തെ തടവ് ശിക്ഷ അപ്പീൽ കോടതി ശരിവച്ചു. റോഡിലൂടെ വാഹനം ഓടിച്ചു പോവുകയായിരുന്ന പരാതിക്കാരനെ പ്രതികൾ തടഞ്ഞു നിർത്തുകയും ഫോൺ പിടിച്ചെടുക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു. കീഴ്ക്കോടതി വിധിച്ച ശിക്ഷയ്ക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീൽ പരിഗണിച്ച മേൽക്കോടതി ശിക്ഷാവിധിയിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു. ബഹ്റൈനിൽ വാണിജ്യ പരസ്യങ്ങൾക്കുള്ള ലൈസൻസുകൾ 5 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ അനുവദിക്കുമെന്ന് മുനിസിപ്പാലിറ്റി കാര്യ കർഷക മന്ത്രാലയം. സാങ്കേതികവും ഭരണപരവുമായ നിബന്ധനകൾ പൂർത്തിയാക്കുന്ന അപേക്ഷകളിലാണ് വേഗത്തിൽ തീരുമാനമെടുക്കുക. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയോ നാഷണൽ ഗവൺമെന്റ് പോർട്ടൽ വഴിയോ ലളിതമായി ഡിജിറ്റൽ അപേക്ഷ സമർപ്പിക്കാം. പരസ്യങ്ങളിൽ അറബി ഭാഷ കൃത്യമായും തെറ്റുകൂടാതെയും ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും.